ക്ഷേമ പെൻഷനൊക്കെ വാങ്ങിക്കുന്നവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ക്ഷേമ പെൻഷൻ ഒരു വർധനവ് പ്രതീക്ഷിക്കാമോ? ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. ടെലിവിഷനിലൊക്കെ ചില വാർത്തകൾ വരുന്നുണ്ട്. MLA തന്നെ നോക്കും, ഇങ്ങനെ ഇന്നലത്തോടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഊഹിച്ച് പറയുന്നതായിരിക്കും. പക്ഷേ ഗവൺമെൻറ് എന്തായാലും പോസിറ്റീവായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ അതിനിടയ്ക്കാണ് കുരുന്മേക്കുരുവെന്ന പോലെ നിരന്തരമായി സാമ്പത്തികമായിട്ടുള്ള ആക്രമണം വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വളരെ വിശദമായി പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. സതീശൻ ഇന്നലെ പ്രസ് മീറ്റ് വിളിച്ചിട്ട് ഒരു GST തട്ടിപ്പ് സംബന്ധിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിലോ ധനവകുപ്പിന്റെ ശ്രദ്ധയിലോ പെട്ട ഇന്നലെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് അതായിരുന്നു. അതിൻ്റെ വിശദമായ കാര്യങ്ങൾ പിന്നീട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഞാനത് സംബന്ധിച്ച് തിരുവനന്തപുരത്ത് തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ എല്ലാവരും കാണുമ്പോൾ വേണ്ടതുണ്ടെങ്കിൽ പറയാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. എന്തായാലും GST സംബന്ധിച്ച് ഈ ഫേക്ക് ഇൻവോയ്സ് എന്ന് പറയുന്ന പ്രശ്നമാണുള്ളത്. അതായത് എനിക്ക് കടയുണ്ടാവില്ല, ഞാനൊരു അല്ലെങ്കിൽ കടയെല്ലാം ബിസിനസ് സ്ഥാപനം ഉണ്ടാവില്ല, ഞാൻ GST രജിസ്ട്രേഷൻ എടുക്കും. എന്നിട്ട് ഇവിടുന്ന് കുറേയേറെ സാധനങ്ങൾ തമിഴ്നാട്ടിലേക്കോ ഡൽഹിയിലേക്കോ അയക്കുന്നതായിട്ട് ഒരു രേഖ ഉണ്ടാക്കും. അപ്പോൾ GST രജിസ്ട്രേഷൻ ഇവിടെ രേഖയുണ്ടായി. ഈ ടാക്സ് കൊടുക്കേണ്ടത് എവിടെയാണ്? ടാക്സ് ഇവിടെ കൊടുക്കുന്നില്ല. ശരിക്കും ഇവിടെ ടാക്സ് കൊടുത്തിട്ടാണ് ഈ സാധനം അയക്കേണ്ടത്. എന്നിട്ട് ആ സംസ്ഥാനത്ത് അവിടെ ഈ സാധനം ഇവർ വിൽക്കുമ്പം ഇവിടെ ടാക്സ് കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഇൻപുട്ട് ക്രെഡിറ്റ് എടുക്കാം. ഇതാണ് GSTയുടെ പ്രത്യേകത. ഇതിനകത്ത് ഏറ്റവും ശക്തമായ നിലപാടെടുത്ത ഒരു സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. അടയ്ക്ക വ്യാപാരത്തിൻ്റെ പേരിൽ വലിയ ഇൻപുട്ട് എടുത്തു. അതുപോലെ പ്ലൈവുഡിൻ്റെ പേരിൽ ഇൻപുട്ട് എടുത്തു. 10-12 പേരെ വളരെയേറെ ദിവസങ്ങൾ ജയിലിൽ ഇട്ടിട്ടുണ്ട്, പിടിച്ചിട്ടു. കാരണം അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ വകുപ്പുണ്ട് GSTക്കകത്ത്. അതൊക്കെ നമ്മൾ ഉപയോഗിച്ചതാണ്. അതിനകത്തെന്ന് വെച്ചാൽ ഇവിടുന്ന് അടയ്ക്ക കൊണ്ടുപോകും. അടയ്ക്ക കൊണ്ടുപോകുന്നതായിട്ട് ഇവർ യഥാർത്ഥം ഇവിടെ ടാക്സും അടയ്ക്കുന്നില്ല, കൊണ്ടുപോകുന്നുമില്ല. അത് എന്നിട്ട് ഈ UP-യിലും ബീഹാറിലൊക്കെ ആണല്ലോ അടയ്ക്ക ഉപയോഗിച്ചിട്ട് പല ഈ പാൻ പരാഗ് പോലെയൊക്കെ ഉണ്ടാക്കുന്നത്. അവിടെ ഉണ്ടാക്കുന്നവർ ഇതിൻ്റെ ഇൻപുട്ട് ഞങ്ങളിവിടെ ടാക്സ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവിടെ 100 രൂപ കൊടുക്കണമെങ്കിൽ ഇവിടെ 80 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി 20 രൂപ കൊടുത്താൽ മതി. ഇതാണ് തട്ടിപ്പ്. ഈ തട്ടിപ്പ് ഏറ്റവും കാര്യമായിട്ട് ആദ്യം കൈകാര്യം ചെയ്തതും കേസുകളെടുത്തതും ആളുകളെ അറസ്റ്റ് ചെയ്തതും കേരളം ഉൾപ്പെടെയാണ്. പക്ഷേ തട്ടിപ്പ് ഈ ഇന്ത്യയിലാകെ നടക്കുന്നുണ്ട്. ഈ നമ്മൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വെറുതെ പോയി രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റില്ല. നിങ്ങൾ പോയി രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ ബയോമെട്രിക് വേണം. ഇപ്പോൾ മുമ്പ് അങ്ങനല്ല. നമ്മൾ പലതും തപ്പിപ്പിടിച്ച് പോകുമ്പം ഒരു മുറുക്കാങ്കട നടത്തുന്നവർ, ഒരു ബംഗാളിൽ നിന്ന് തൊഴിലാളി, ഇവരുടെയൊക്കെ ആധാറും ID കിട്ടുന്നത്. ഇത് നമ്മൾ ഇടപെടുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന GST സംബന്ധിച്ച് പല ഈ സിസ്റ്റത്തിനകത്ത് പല കുഴപ്പങ്ങളുണ്ടെന്ന് നിരന്തരമായി പറയുന്നതാണ് കേരളം. ആ കുഴപ്പങ്ങളുടെ ഭാഗമാണ്. പക്ഷേ നമ്മുടെ അറിവിൽ പെട്ടെടുത്തോളം അതിശക്തമായ നടപടി എടുക്കുന്നുണ്ട്. ഇനിയായാലും എവിടുന്ന് ആ വിവരങ്ങൾ കിട്ടിയാലും ഒരു ദാക്ഷിണ്യമില്ല. ഇപ്പം തന്നെ 12 പേരോളം അവസാനം ഹൈക്കോടതിയിലൊക്കെ പോയിട്ടൊക്കെ കേസ് നടത്തിയിട്ടാണ് അവർക്കൊക്കെ ജാമ്യം കിട്ടിയത്. വലിയ തുക ഈ ഇരുമ്പുരുക്ക് സാധനങ്ങളുടെ ആക്രി കച്ചവടം, സ്ക്രാപ്പിൻ്റെ കാര്യത്തിലൊക്കെ നമ്മളിതുപോലെ നടപടി എടുത്തിട്ടുണ്ട്. ഇനിയായാലും ഏത് വിവരം കിട്ടിയാലും യാതൊരു ഔദാര്യവും ആർക്കും കിട്ടില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണല്ലോ അവർക്കൊക്കെ കോടതിയിലും മറ്റും പോകേണ്ടി വന്നത്. കോടതിയിലല്ല, ഹൈക്കോടതി വരെ പോകേണ്ടി വന്നു, കേസ് നടത്തേണ്ടി വന്നു. അപ്പോൾ ഇത്തരം തട്ടിപ്പുകൾ തടയാൻ വേണ്ടി പിന്നെ പുതിയൊരു വഴി, ഒരു കാര്യം ചെയ്യുമ്പോൾ അവർ പുതിയൊരു വഴി കണ്ടെത്തും. ഇതൊക്കെ GST വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചാൽ എന്താ എല്ലാം കൃത്യമാകുമെന്നാണ്. ഞാനീ പറഞ്ഞ പോലെയാണ്. അവർ വീടടയ്ക്കാത്ത ടാക്സിന് അവിടെ പോയി എടുക്കുക. എന്താ നഷ്ടം വരുന്നറിയോ? കേരളത്തിൽ ഇപ്പം 50 കോടി അടച്ചു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോയി അവർ വലിച്ചാൽ കേരളത്തിന് 50 കോടി പോകും. ഇതുപോലെ ഇന്ത്യ ഗവൺമെൻറ്റിന് ആകെയുള്ള പൂളിൽ 36,000 കോടി ഇപ്രാവശ്യം പോയി. അവസാനം ഏതൊക്കെയോ നഷ്ടം വന്നു, എന്തൊക്കെയാണെന്നറിയില്ല. 36,000 കോടി കുറവ് വന്നതിൻ്റെ ഭാഗമായിട്ട് ഓരോ സംസ്ഥാനങ്ങളിൽ നിന്ന് നഷ്ടം പിടിച്ചു. 965 കോടിയാണ് കേരളത്തിന് കഴിഞ്ഞ വർഷം അവസാനം ഏപ്രിൽ മാസത്തിൽ പിടിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കേരളത്തിന് അല്ലേ തന്നെ നികുതി പലതും കിട്ടുന്നില്ല, അതിൻ്റെ കൂടെ 965 കോടി IGST പൂളിൻ്റെ പിന്നെ ഈ തെറ്റായ ഒരു ആരോ ഉപയോഗിച്ചത് കാരണം പോയി. ഇതൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ കേരളം സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എപ്പോഴും IGST കാര്യം നമ്മൾ പറയാറുണ്ടല്ലോ. അല്പം സങ്കീർണമായതുകൊണ്ട് ഇത് മനസ്സിലാക്കി വരാനൊരു കുറേ ആൾക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ നിരന്തരമായ കാര്യം ചെയ്യുന്നുണ്ട്. ഇനിയായാലും അത്തരം ഏത് ലീഡ് എവിടെ നിന്ന് കിട്ടിയാലും വിവരങ്ങൾ കിട്ടിയാലും ശക്തമായ നടപടി ഉണ്ടാവും.